നമ്മളിനി പഠിക്കുന്നത് ഒപ്റ്റിമൽ സബ്ഡിവിഷൻ പ്രോബ്ലംസ് എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നതാണ്. നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡിവൈഡ് ക്വാണ്ടിറ്റി ബി ഇൻറ്റു എൻ പാർട്സ് സോ ആസ് ടു മാക്സിമൈസ് ദർ പ്രോഡക്റ്റ്. ഓക്കെ, ഒരു ക്വാണ്ടിറ്റി ബി ഉണ്ട്. ബി എന്നുള്ള ക്വാണ്ടിറ്റിയെ നമുക്ക് എൻ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യണം സോ ആസ് ടു മാക്സിമൈസ് ദ പ്രോഡക്റ്റ്. ഓക്കെ, അപ്പോൾ ബി എന്നുള്ള ക്വാണ്ടിറ്റിയെ നമുക്ക് എൻ പാർട്സ് x1, x2 എക്സെട്ര xn ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, ഡിവൈഡ് ചെയ്യുമ്പോൾ അവരുടെ പ്രോഡക്റ്റ് x1 ഇൻറ്റു x2 ഇൻറ്റു എക്സെട്ര xn എന്ന് പറയുന്നത് എന്താണ്, മാക്സിമൈസ് ആകണം. ആൻഡ് ടോട്ടൽ ക്വാണ്ടിറ്റി x1 പ്ലസ് x2 പ്ലസ് എക്സെട്ര പ്ലസ് xn എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു ബി ആകണം. ഓക്കെ, അങ്ങനത്തെ കേസിൽ എങ്ങനെയാണ് പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്? ഓക്കെ, ലെറ്റ് എഫ് എൻ ഓഫ് ബി ബി ദ മാക്സിമം വാല്യൂ. എഫ് എൻ ഓഫ് ബി ആണ് മാക്സിമം വാല്യൂ. അതായത് നമുക്ക് കണ്ടുപിടിക്കുന്ന നമ്മുടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് മാക്സിമൈസ് എഫ് എൻ ഓഫ് ബി ഈക്വൽ ടു x1 ഇൻറ്റു x2 ഇൻറ്റു എക്സെട്ര xn ആണ്. ആൻഡ് വി ഹാവ് ടു ഷോ ദാറ്റ് എഫ് എൻ ഓഫ് ബി ഈസ് ഈക്വൽ ടു ബി ആൻഡ് എഫ് എൻ ഓഫ് ബി ഈസ് ഈക്വൽ ടു മാക്സിമം 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു z ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി z ഇൻറ്റു എഫ് എൻ മൈനസ് 1 ഇൻറ്റു ബി ഓഫ് z. സോറി, എഫ് എൻ മൈനസ് 1 ബി ഓഫ് z. ഇതെന്ന് പറയുന്നത് റിക്കർസീവ് റിലേഷനാണ്. ഓക്കെ, ഫസ്റ്റ് നമുക്ക് ഇതിൻ്റെ റിക്കർസീവ് റിലേഷൻ കണ്ടുപിടിക്കണം. ആൻഡ് എഫ് എൻ ഓഫ് ബി ഈസ് ഈക്വൽ ടു ബി എന്ന് പ്രൂവ് ചെയ്യണം. ആൻഡ് ലാസ്റ്റ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എഫ് എൻ ഓഫ് ബിയുടെ വാല്യൂ ആണ്. അതുപോലെ തന്നെ ഏത് പാർട്സായിട്ട് എങ്ങനെ ഡിവൈഡ് ചെയ്താൽ ഇവരുടെ പ്രോഡക്റ്റ് മാക്സിമം ആകും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് മാക്സിമൈസ് എഫ് എൻ ഓഫ് ബി ഈസ് ഈക്വൽ ടു x1 ഇൻറ്റു x2 ഇൻറ്റു എക്സെട്ര xn ആണ്. സബ്ജക്റ്റ് ടു ദ കൺസ്ട്രെയിൻറ്റ് x1 ഇൻറ്റു x2 ഇൻറ്റു എക്സെട്ര xn ഈക്വൽ ടു ബി. ഈ ഓരോ xjസും ഗ്രേറ്റർ ദാൻ 0 ആണ്, വേറെ j ഈസ് ഈക്വൽ ടു 1 2 3 എക്സെട്ര n. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് എന്നിൻ്റെ വാല്യൂ 1 ആകുമ്പോൾ എന്താ വരുന്നത് നോക്കാം. നമ്മുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് മാക്സിമൈസ് f1 ഓഫ് ബി ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു x1 സബ്ജക്റ്റ് ടു x1 ഈക്വൽ ടു ബി. x1 ഈക്വൽ ടു ബി ആണ്. x1 ഈക്വൽ ടു ബി എന്ന് പറഞ്ഞാൽ ഒരു പാർട്ടേ ഉള്ളൂ ബി. ഓക്കെ, സോ നമ്മുടെ f1 ഓഫ് ബിയുടെ മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് എന്താകും, ബി തന്നെയാകും. സോ ഫസ്റ്റ് കേസിൽ ഫോർ n ഇസ് ഈക്വൽ ടു 1 നമുക്ക് കിട്ടി f1 ഓഫ് ബി ഇസ് ഈക്വൽ ടു ബി. ദെൻ ഫോർ n ഇസ് ഈക്വൽ ടു 2, ഓക്കെ, f2 ഓഫ് ബി എന്ന് പറയുന്നത് എന്തായിരിക്കും, മാക്സിമം ഓഫ് x1 ഇൻറ്റു x2 ആണ് അല്ലേ. മാക്സിമം ഓഫ് x1 ഇൻറ്റു x2 ആണ്, സബ്ജക്റ്റ് ടു x1 പ്ലസ് x2 ഇസ് ഈക്വൽ ടു ബി. ഇവിടെ നമ്മൾ x1ൻ്റെ വാല്യൂ z ആയിട്ട് എടുക്കുകയാണെങ്കിൽ x2ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് b മൈനസ് z ആകും അല്ലേ. സോ f2 ഓഫ് ബിയെ നമുക്ക് എങ്ങനെ എഴുതാം, f2 ഓഫ് ബി ഈസ് മാക്സിമം ഓഫ് z ഇൻറ്റു ബി മൈനസ് z എന്ന് എഴുതാം, z ഇൻറ്റു ബി മൈനസ് z. ഓക്കെ, ആൻഡ് നമ്മളൊരു റിക്കർസീവ് റിലേഷനാണ് കണ്ടുപിടിക്കാനായിട്ട് ശ്രമിക്കുന്നത്. സോ ഇസഡിനെ അങ്ങനെ തന്നെ എഴുതാം. ബി മൈനസ് ഇസഡിനെ നമുക്ക് എങ്ങനെ f1 ആയിട്ട് കണക്ട് ചെയ്യാം. f2 ഓഫ് ബിയെ f1 ആയിട്ട് കണക്ട് ചെയ്യാനാണ് നമ്മൾ നോക്കണ്ടേ. അപ്പോൾ ബി മൈനസ് ഇസഡിനെ നമുക്ക് എങ്ങനെ f1ൻ്റെ ടേംസിൽ എഴുതാം, f1 ഓഫ് ബി ആണ് ബി അല്ലേ. സോ വാട്ട് ഈസ് f1 ഓഫ് ബി മൈനസ് ഇസഡ്, അതും ബി മൈനസ് ഇസഡ് തന്നെയാണ്. ഓക്കെ, സോ ബി മൈനസ് ഇസഡിനെ നമുക്ക് റീപ്ലേസ് ചെയ്യാം f1 ഓഫ് ബി മൈനസ് ഇസഡ്. അപ്പോൾ നമുക്ക് f2 ഓഫ് ബി ഈസ് ഈക്വൽ ടു മാക്സിമം ഓഫ് z ഇൻറ്റു f1 ഓഫ് ബി മൈനസ് z എന്ന് കിട്ടി. അതുപോലെ തന്നെ ഫർദർ നമ്മൾ ഡിവൈഡ് ചെയ്യുകയാണ്, n വാല്യൂ 3, അതായത് 3 പാർട്സായിട്ട് ഡിവൈഡ് ചെയ്യുവാണെങ്കിൽ f3 ഓഫ് ബി എന്ന് പറയുന്നത് മാക്സിമം ഓഫ് x1 ഇൻറ്റു x2 ഇൻറ്റു x3 ആണ്, വെയർ x1 പ്ലസ് x2 പ്ലസ് x3 ഇസ് ഈക്വൽ ടു ബി. ഓക്കെ, ഈ കേസിന് എടുക്കാം. x1 ഈക്വൽ ടു z ആണെങ്കിൽ x2 പ്ലസ് x3 എന്ന് പറയുന്നത് ബി മൈനസ് z ആണ്. ഇതിനെയാണ് പിന്നെ നമ്മൾ 2 പാർട്സായിട്ട് ഡിവൈഡ് ചെയ്യുന്നത്. ഓക്കെ, 2 പാർട്സായിട്ട് ഡിവൈഡ് ചെയ്യുന്നതിൻ്റെ ഫംഗ്ഷനാണ് f2 ഓഫ് ബി മൈനസ് z അല്ലേ. സോ നമുക്ക് എങ്ങനെ എഴുതാം, f3 ഓഫ് ബി ഈസ് ഈക്വൽ ടു മാക്സിമം ഓഫ് z ഇൻറ്റു f2 ഓഫ് ബി മൈനസ് z ആണ്. അതായത് തേർഡ് ഡിവിഷനെ നമ്മൾ 2, അതായത് f3 ഓഫ് ബിയെ നമ്മൾ f2ൻ്റെ ടേംസിൽ എഴുതി. സോ ജനറലൈസ്ഡ് ഫോം എന്ന് പറയുന്നത് f(n) ഓഫ് ബി ഈസ് മാക്സിമം ഓഫ് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു z ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി z ഇൻറ്റു f(n മൈനസ് 1) ഓഫ് ബി മൈനസ് z ആയിട്ട് എഴുതാൻ പറ്റും. സോ ഇതാണ് നമ്മുടെ റിക്കർസീവ് റിലേഷൻ. ഇനി ഇതിൻ്റെ സൊല്യൂഷൻ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് നോക്കാം. n ഇസ് ഈക്വൽ ടു 1ൽ നമുക്ക് f1 ഓഫ് ബി ഇസ് ഈക്വൽ ടു ബി എന്ന് കിട്ടി. ഇനി n ഇസ് ഈക്വൽ ടു 2 തൊട്ടുള്ള വാല്യൂസിൽ എങ്ങനെ ഡിവൈഡ് ചെയ്താലാണ് നമുക്ക് മാക്സിമം മാക്സിമം പ്രോഡക്റ്റ് കിട്ടുന്നതെന്ന് നോക്കാം. സോ n ഇസ് ഈക്വൽ ടു 2ൽ f2 ഓഫ് ബി എന്ന് പറയുന്നത് എന്തായിരുന്നു, മാക്സിമം ഓഫ്
ഇസഡ് ഇൻറ്റു ബി മൈനസ് ഇസഡ് ആണ്. ഓക്കെ, ഇനി നമുക്ക് ഈ അകത്തെ ഫംഗ്ഷനെ മാക്സിമൈസ് ചെയ്യണം. അതിന് നമുക്ക് ഡിഫറൻഷ്യൽ കാൽക്കുലസിലെ റിസൾട്ട് യൂസ് ചെയ്യാം. നമുക്കൊരു ഫംഗ്ഷൻ ഉണ്ട്, ആ ഫംഗ്ഷനെ മാക്സിമം വാല്യൂ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ആ ഫംഗ്ഷൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കണം. ഫസ്റ്റ് ഡെറിവേറ്റീവിനെ 0 ഇക്വേറ്റ് ചെയ്യുമ്പം നമുക്ക് ഇസഡിന് ഒരു വാല്യൂ കിട്ടും. ഓക്കെ, ഇനി നമ്മളതിൻ്റെ സെക്കൻഡ് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കും. സെക്കൻഡ് ഡെറിവേറ്റീവ് അറ്റ് ഇസഡ്, നമുക്ക് ഇസഡ് ഫസ്റ്റ് ഡെറിവേറ്റീവ് ഈക്വൽ ടു 0 കിട്ടിയ പോയിന്റിൽ സെക്കൻഡ് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കും. സെക്കൻഡ് ഡെറിവേറ്റീവിൻ്റെ വാല്യൂ ലെസ് ദാൻ 0 ആണെങ്കിൽ മാക്സിമമോ ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ മിനിമം ആയിരിക്കും. ഓക്കെ, ഇതാണ് ഇസഡ് ഇൻറ്റു ബി മൈനസ് ഇസഡ് ആണ് നമ്മുടെ ഫംഗ്ഷൻ. സോ നമുക്കതിൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാം. ഓക്കെ, ഫസ്റ്റ് ഡെറിവേറ്റീവ് അപ്പോൾ നമുക്ക് എക്സ് നിന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എക്സ് ഇസ് ഈക്വൽ ടു ഇസഡ് ഇൻറ്റു ബി മൈനസ് ഇസഡ് എന്ന് എഴുതാം. ഫസ്റ്റ് ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ ഡി എക്സ് ബൈ ഡി ഇസഡ് ആണ്. സോ ദാറ്റ് വിൽ ബി, ഇതിനെ നമുക്ക് ഇസഡ് ബി മൈനസ് ഇസഡ് സ്ക്വയർ എന്ന് എഴുതാം. ഫസ്റ്റ് ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് ബി മൈനസ് 2z ആണ്. ഇനി നമ്മൾ ചെയ്യേണ്ട ഫസ്റ്റ് ഡെറിവേറ്റീവ് ഈക്വൽ ടു 0 ഇംപ്ലൈസ് ബി മൈനസ് 2z ഈക്വൽ ടു 0. ഓക്കെ, സോ ബി ഇസ് ഈക്വൽ ടു 2z. ഇസഡിൻ്റെ വാല്യൂ എന്താണ്? ബി ബൈ 2. ഇസഡിന് ഒരു വാല്യൂ കിട്ടി ബി ബൈ 2. ഇനി ഇത് മാക്സിമം ആണോ മിനിമം ആണോ എന്ന് ചെക്ക് ചെയ്യുന്നത് അതിൻ്റെ സെക്കൻഡ് ഡെറിവേറ്റീവ് യൂസ് ചെയ്തിട്ടാണ്. സോ സെക്കൻഡ് ഡെറിവേറ്റീവ് ഡി എക്സ് സ്ക്വയർ ബൈ ഡി ഇസഡ് സ്ക്വയർ എന്ന് പറയുന്നത് എന്താ? ബി എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്. സോ 0 മൈനസ് 2zൻ്റെ ഡെറിവേറ്റീവ് -2. -2ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ലെസ് ദാൻ 0 അല്ലേ? സോ ഇതൊരു മാക്സിമം ഫംഗ്ഷനാണ്. ഓക്കെ, ഇസഡ് ഇൻറ്റു ബി മൈനസ് ഇസഡ് ഇസ് മാക്സിമം അറ്റ് ഇസഡ് ഈക്വൽ ടു ബി ബൈ 2. ഇസഡ് ഈക്വൽ ടു ബി ബൈ 2ലാണ് ഈ ഫംഗ്ഷൻ മാക്സിമം ആണ്. സോ f2 ഓഫ് ബി എന്ന് പറയുന്നത് എന്താണ്? മാക്സിമം ഓഫ് ഇസഡിൻ്റെ വാല്യൂ ബി ബൈ 2. ബി ബൈ 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ബി ബൈ 2 ഇൻറ്റു ബി മൈനസ് ബി ബൈ 2. സോ വാട്ട് ഈസ് ബി മൈനസ് ബി ബൈ 2? ബി ബൈ 2 തന്നെയാണ്. സോ ദാറ്റ് വിൽ ബി ബി ബൈ 2 ഇൻറ്റു ബി ബൈ 2 വിച്ച് ഇസ് ഈക്വൽ ടു ബി ബൈ 2 ദ ഹോൾ സ്ക്വയർ. സോ നമുക്ക് f2 ഓഫ് ബി എന്ന് പറയുന്നത് ബി ബൈ 2 ദ ഹോൾ സ്ക്വയർ ആയിട്ട് കിട്ടി. ഇനി നമുക്ക് n ഇസ് ഈക്വൽ ടു 3 n ഇസ് ഈക്വൽ ടു 3യിലുള്ള f3 ഓഫ് ബി കണ്ടുപിടിക്കണം. സോ ഫോർ n ഇസ് ഈക്വൽ ടു 3 നമുക്കറിയാം f3 ഓഫ് ബി എന്ന് പറയുന്നത് മാക്സിമം ഓഫ് ഇസഡ് ഇൻറ്റു f2 ഓഫ് ബി മൈനസ് ഇസഡ് ആണ് അല്ലേ? റിക്കർസീവ് ഫോർമുല വെച്ച് f3 ഓഫ് ബി ഇസ് ഈക്വൽ ടു മാക്സിമം ഓഫ് ഇസഡ് ഇൻറ്റു f2 ഓഫ് ബി മൈനസ് ഇസഡ്. തൊട്ട് മുമ്പിൽ നമ്മൾ f2 ഓഫ് ബി കണ്ടുപിടിച്ചു, ബി മൈനസ് ഇസഡ് ദ ഹോൾ സ്ക്വയർ ആണ്. സോ f2 ഓഫ് ബി മൈനസ് ഇസഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ബി മൈനസ് ഇസഡ് ബൈ 2 the whole square which is equal to b minus z the whole square by 4 ആണ് f2 of b minus z. സോ നമുക്ക് f3 of b എങ്ങനെ എഴുതാം? f3 of b is equal to maximum z into b minus z the whole square by 4 ആണ്. ഇനി വീണ്ടും സെയിം പ്രോസസ്സ്. ഇതിൻ്റെ മാക്സിമം വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കേണ്ടത്? ഡിഫറൻഷ്യൽ കാൽക്കുലസ് യൂസ് ചെയ്യുക. ഫസ്റ്റ് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ ഇസഡ് ഇൻറ്റു ബി മൈനസ് ഇസഡ് ദ ഹോൾ സ്ക്വയർ ബൈ 4ൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് എന്ന് പറയുമ്പം എന്ത് വരും? നമുക്ക് ഫസ്റ്റ് എക്സ് ഇസ് ഈക്വൽ ടു ഇസഡ് ഇൻറ്റു ബി മൈനസ് ഇസഡ് ദ ഹോൾ സ്ക്വയർ ബൈ 4 എന്ന് എഴുതാം. ആൻഡ് ഡി എക്സ് ബൈ ഡി ഇസഡ് ഇസ് ഈക്വൽ ടു ഫസ്റ്റ് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാൻ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു 1/4നെ വെളിയിലിടാം. 1/4 ഇൻറ്റു ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡിൻ്റെ ഡെറിവേറ്റീവ് എന്താ? 2 ഇൻറ്റു ബി മൈനസ് ഇസഡ്. ദെൻ ഇവിടെ മൈനസ് ഇസഡ് ആയതുകൊണ്ട് ഇൻറ്റു -1. ഓക്കെ, ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ബി മൈനസ് ഇസഡ് ദ ഹോൾ സ്ക്വയർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്, അത് 1 ആണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 1/4 ഇൻറ്റു -2z ബി മൈനസ് ഇസഡ് പ്ലസ് ബി മൈനസ് ഇസഡ് ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, ഇവിടെ നമുക്ക് ബി മൈനസ് ഇസഡിനെ കോമൺ ആയിട്ട് എഴുതുവാണെങ്കിൽ 1/4 ഇൻറ്റു ബി മൈനസ് ഇസഡ് ഇൻറ്റു എങ്ങനെ എഴുതാം? -2z പ്ലസ് ബി മൈനസ് ഇസഡ് വിച്ച് ഇസ് ഈക്വൽ ടു 1/4 ബി മൈനസ് ഇസഡ് ഇൻറ്റു -3z പ്ലസ് ബി എന്ന് എഴുതാം. ഇതാണ് ഫസ്റ്റ് ഡെറിവേറ്റീവ്. ഓക്കെ, ഇനി നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഡെറിവേറ്റീവ് ഈക്വൽ ടു 0 ആണ്. ഡി എക്സ് ബൈ ഡി സെഡ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ ബി മൈനസ് ഇസഡ് 0 ആകും, അല്ലെങ്കിൽ എന്താ? -3z പ്ലസ് ബി 0 ആകും. ബി മൈനസ് ഇസഡ് 0 എന്ന് പറഞ്ഞാൽ ബി ഇസ് ഈക്വൽ ടു ഇസഡ്. സോ ഇസഡ് ഈക്വൽ ടു ബി. ഓക്കെ, ഇസഡ് അല്ലേ വേരിയബിൾ. ആൻഡ് ഇവിടെ -3z ഈക്വൽ ടു -b, ഇസഡ് ഈക്വൽ ടു b/3.
ഇസഡിന് 2 വാല്യൂസ് കിട്ടി, ബി ആൻഡ് ബി ബൈ 3. ഇനി നമ്മൾ സെക്കൻഡ് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാം. സെക്കൻഡ് ഡെറിവേറ്റീവ് അറ്റ് ഇസഡ് ഈക്വൽ ടു ബിയും സെക്കൻഡ് ഡെറിവേറ്റീവ് അറ്റ് ഇസഡ് ഈക്വൽ ടു ബി മൈനസ് ബി ബൈ 3യും ചെയ്യുമ്പം ബി ബൈ 3യിലാണ് മാക്സിമം അറ്റൈൻ ചെയ്യുന്നത് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, സോ അത് ഞാൻ ചെയ്യുന്നില്ല, നിങ്ങൾ തന്നെ ചെയ്ത് നോക്കണം. അപ്പോൾ മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് ഇസഡ് ഈക്വൽ ടു ബി ബൈ 3യിലാണ്. സോ നമുക്ക് F3 ഓഫ് ബിയിൽ ബി ബൈ 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. F3 ഓഫ് ബിയിൽ ബി ബൈ 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, അതിൽ ബി ബൈ 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ മാക്സിമം ഇസ് ഈക്വൽ ടു ബി ബൈ 3 ഇൻറ്റു F2 ഓഫ് ബി മൈനസ് ഇസഡ്. F2 ഓഫ് ബി മൈനസ് ഇസഡ് എന്ന് പറയുന്നത് എത്രയാണ് വന്നത്? നമ്മൾ ചെയ്ത് നോക്കിയില്ല അല്ലേ. ഓക്കെ, F2 ഓഫ് ബി മൈനസ് ഇസഡ് എന്ന് പറയുന്നത് ബി മൈനസ് ഇസഡ് ദ ഹോൾ സ്ക്വയർ ബൈ 4 ആണ്. ഇവിടെ നമ്മൾ ഇസഡിൻ്റെ വാല്യൂ ബി ബൈ 3 ആണ് എടുക്കുന്നത് അല്ലേ. സോ നമുക്ക് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. So that will be 1 by 4 into b minus b by 3 the whole square, which is equal to 1 by 4 into b minus b by 3 എന്ന് പറഞ്ഞാൽ 2b by 3 the whole square ആണ്, which is equal to 1 by 4 into 4b square by 3 square. That is b square by 3 square, which is b by 3 the whole square. F2 of b minus z എന്ന് പറയുന്നത് b by 3 the whole square ആണ്. And so that will be maximum b by 3 into F2 of b minus z ന് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. b by 3 the whole square. സോ നമ്മുടെ ആൻസർ എന്ത് വന്നു? b by 3 the whole cube. ഓക്കെ, അപ്പം നമുക്ക് F1 of b എന്ന് പറയുന്നത് b വന്നു, F2 of b എന്ന് പറയുന്നത് b by 2 the whole square വന്നു, F3 of b എന്ന് പറയുന്നത് b by 3 the whole cube വന്നു. സോ ജനറലി നമുക്ക് എന്ത് എഴുതാം? Fn of b is b by n the whole power n. ഓക്കെ, ഇവിടെ നമ്മുടെ b എന്നുള്ളതിനെ നമ്മൾ 3ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പം, അതായത് എത്രയായിട്ടാണോ ഡിവൈഡ് ചെയ്യുന്നത് അതാണ് ഡിനോമിനേറ്ററിലും പവറിലും വരുന്നത്. ഓക്കെ, ദ ഹോൾ ക്വാണ്ടിറ്റി ബൈ പാർട്സ് എന്നാണ് വരുന്നത്. സോ നമ്മളിവിടെ n ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്, b എന്നുള്ള ക്വാണ്ടിറ്റിയെ n ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. സോ നമ്മുടെ ഫോർ n ലാസ്റ്റ് സ്റ്റേജിൽ Fn ഓഫ് b എന്ന് പറയുന്നത് b by n ദ ഹോൾ പവർ n വരും. ഫോർ n is equal to 1 2 3 etc. m. ഓക്കെ, ഫോർ ജനറൽ ഒരു n സ്റ്റേജ് പ്രോബ്ലത്തിൽ ഒപ്റ്റിമൽ പോളിസി എന്ന് പറയുന്നത് Fn ഓഫ് b is b by n ദ ഹോൾ പവർ n. ആ കേസിലാണ് Fn ഓഫ് b മാക്സിമം വാല്യൂ അറ്റൈൻ ചെയ്യുന്നത്. ഓക്കെ, ഇനിയും ഇൻഡക്ഷൻ വെച്ച് ഇപ്പോൾ നമ്മൾ എന്നിന് ഹോൾഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞ് ഇനി നമ്മൾ എമ്മിന് ഹോൾഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞു, m+1നും ഇത് ട്രൂ ആണ്. സോ ജനറലി നമുക്ക് പറയാം നമ്മുടെ ഒപ്റ്റിമൽ പോളിസി അല്ലെങ്കിൽ മാക്സിമം ഒപ്റ്റിമൽ സബ്ഡിവിഷൻ പ്രോബ്ലത്തിൻ്റെ മാക്സിമം പ്രോഡക്റ്റ് കിട്ടുന്നത് എപ്പോഴാണ്? ബിയെ നമ്മൾ n പാർട്സായിട്ട് ഡിവൈഡ് ചെയ്യണം. അതായത് b by n എന്ന് പറഞ്ഞ് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് മാക്സിമം വാല്യൂ കിട്ടുന്നത്. ആൻഡ് മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് b by n ദ ഹോൾ പവർ n ആണ്. ഓക്കെ, അത് വെച്ചിട്ടുള്ളൊരു പ്രോബ്ലം ആണ്. ഡിറ്റർമൈൻ ദ വാല്യൂ ഓഫ് u1, u2 and u3 so as to maximize z equal to u1 into u2 into u3 subject to the constraints u1 plus u2 plus u3 is equal to 10, u1, u2, u3 greater than or equal to 0. ഓക്കെ, ഇവിടെ നമ്മുടെ ടോട്ടൽ ക്വാണ്ടിറ്റി മുമ്പത്തെ ക്വസ്റ്റ്യൻ വെച്ച് കമ്പയർ ചെയ്യുവാണെങ്കിൽ നമ്മുടെ ക്വാണ്ടിറ്റി b എന്ന് പറയുന്നത് 10 ആണ്. ഓക്കെ, 10നെയാണ് നമ്മൾ 3 പാർട്സായിട്ട് ഡിവൈഡ് ചെയ്തത്. അതായത് n എന്ന് പറയുന്നത് 3 ആണ്. ഓക്കെ, അപ്പോൾ മേലത്തെ ഒരു ഫോർമുല വെച്ച് മേലത്തെ റിസൾട്ട് വെച്ചിട്ട് നമുക്ക് എന്ത് പറയാം? നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് എന്തായിരിക്കും? b by n ദ ഹോൾ പവർ n ആണ്. ദാറ്റ് ഈസ് 10 by 3 ദ ഹോൾ പവർ 3 ആണ്. എത്രയായിരിക്കും ആൻസർ? 27. ഇതായിരിക്കും ആൻസർ. ഓക്കെ, ഇങ്ങനെ എഴുതാൻ പറ്റത്തില്ല, നമുക്കത് ഇതേ പ്രോസസ്സിൽ തന്നെ സോൾവ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ സ്റ്റേറ്റ് വേരിയബിൾസിനെ ഡിഫൈൻ ചെയ്യുന്ന x1 x2 എക്സെട്ര ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഫസ്റ്റ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് x3 ആണ്. x3യെ നമ്മൾ കൺസ്ട്രെയിൻഡ് അതേപടി എഴുതാം. x3 എന്ന് പറയുന്നത് u1 പ്ലസ് u2 പ്ലസ് u3 ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു 10.
ഇതാണ് നമ്മുടെ സ്റ്റേറ്റ് വേരിയബിൾ x3. ഓക്കെ, ഇനി x2 എന്ന് പറയുന്നത് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് x3 മൈനസ് u3 ആണ്. ഓക്കെ, x3 മൈനസ് x3 എന്ന് പറയുന്നത് u1 പ്ലസ് u2 പ്ലസ് u3 ആണ്. അത് മൈനസ് u3 എന്ന് പറയുമ്പോൾ x2 എന്ന് പറയുന്നത് എന്തായിരിക്കും, u1 പ്ലസ് u2 ആണ്. ആൻഡ് ലാസ്റ്റ് സ്റ്റേറ്റ് x1 എന്ന് പറയുന്നത് ഡിഫൈൻ ചെയ്യുന്നത് x2 മൈനസ് u2. x2 മൈനസ് u2 ആണ് x1. ഓക്കെ, x2 എന്ന് പറയുന്നത് ഓക്കെ x2 എന്ന് പറയുന്നത് x2 എന്ന് പറയുന്നത് x3 മൈനസ് u3 ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു u1 പ്ലസ് u2. അതിനകത്ത് നിന്ന് u2 മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് x1 ഇസ് ഈക്വൽ ടു u1 എന്ന് കിട്ടും. ഓക്കെ, ഇതിങ്ങനെയാണ് സ്റ്റേറ്റ് വേരിയബിൾസിനെ ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് മാക്സിമം വാല്യൂ കണ്ടുപിടിക്കണമല്ലോ. ഓക്കെ, f3 ഓഫ് x3 എന്ന് പറഞ്ഞാൽ എന്താണ്, മാക്സിമം ഓഫ് u3 ഇൻറ്റു f2 ഓഫ് x2 ആണ്. ഓക്കെ, അത് നമ്മുടെ റിക്കർസീവ് റിലേഷൻ എന്ന് പറയുന്നത് എന്തായിരുന്നു, fn ഓഫ് b എന്ന് പറയുന്നത് മാക്സിമം ഓഫ് z ഇൻറ്റു fn മൈനസ് 1 ഓഫ് b ആണ്. സോ ദാറ്റ് വിൽ ബി, ഇവിടെ എഴുതുവാണെങ്കിൽ f3 ഓഫ് x3 എന്ന് പറയുന്നത് മാക്സിമം u3 ഇൻറ്റു f2 ഓഫ് x2, വേർ f2 ഓഫ് x2 എന്ന് പറയുന്നത് എന്താ, മാക്സിമം ഓഫ് u2 ഇൻറ്റു f1 ഓഫ് x1. ഓക്കെ, അതുപോലെ തന്നെ f1 ഓഫ് x1 എന്ന് പറയുന്നത് u1 ആണ്. ഓക്കെ, f1 ഓഫ് x1 എന്ന് പറയുന്നത് x2 മൈനസ് u2 ഇസ് ഇക്വൽ ടു u1. ഫസ്റ്റ് സ്റ്റേജ് നമുക്കറിയാം. ഓക്കെ, സ്റ്റേജ് 1ലെ വാല്യൂ എന്ന് പറയുന്നത് f1 ഓഫ് x1 തന്നെയാണ്. f1 ഓഫ് x1 വിച്ച് ഇസ് ഈക്വൽ ടു u1 ആണെന്ന് നമുക്കറിയാം. ദാറ്റ് ഈസ് x2 മൈനസ് u2. ഇനി നമുക്ക് f2 ഓഫ് x2 കണ്ടുപിടിക്കണം. f2 ഓഫ് x2 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, മാക്സിമം ഓഫ് u2 ഇൻറ്റു u1 ആണ്. ഓക്കെ, ദാറ്റ് വിൽ ബി മാക്സിമം ഓഫ് u2 ഇൻറ്റു u1ൻ്റെ വാല്യൂ എന്താണ്, x2 മൈനസ് u2. ദാറ്റ് ഈസ് maximum of x2 u2 minus u2 square. ഇനി ഇതിൻ്റെ മാക്സിമം കണ്ടുപിടിക്കുന്നത് മറ്റേ ഡിഫറൻഷ്യൽ കാൽക്കുലസിൻ്റെ മാക്സിമൈസ് നെസസറി കണ്ടീഷൻ ഫോർ മാക്സിമം ആൻഡ് മിനിമം. അപ്പം നമ്മൾ ഇത് നമ്മുടെ ഫംഗ്ഷനായിട്ട് എടുക്കുക, അതിൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുക വിത്ത് റെസ്പെക്ട് ടു u2. ഫസ്റ്റ് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് x2 മൈനസ് 2u2 ഈക്വൽ ടു 0 എന്ന് കിട്ടും. അതിനകത്ത് നമുക്ക് u2ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് x2 ബൈ 2 എന്ന് കിട്ടും. u2ൻ്റെ വാല്യൂ x2 ബൈ 2 ആണ്. സോ f2 ഓഫ് x2 എന്താ, f2 ഓഫ് x2 ഇസ് ഈക്വൽ ടു u2ൻ്റെ വാല്യൂ x2 ബൈ 2 കൊടുക്കാം. ഓക്കെ, u2ൻ്റെ വാല്യൂ x2 ബൈ 2 ഇൻറ്റു u1 എന്താണ്, x2 മൈനസ് u2 അല്ലേ. അപ്പോൾ നമുക്ക് അതേപടി തന്നെ x2 മൈനസ് u2, വീണ്ടും u2ൻ്റെ വാല്യൂ x2 ബൈ 2. അതായത് ഈ ഇക്വേഷനിൽ u2ൻ്റെ വാല്യൂ x2 ബൈ 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ദാറ്റ് വിൽ ബി x2 ബൈ 2 ഇൻറ്റു x2 ബൈ 2 വിച്ച് ഈസ് ഈക്വൽ ടു x2 ബൈ 2 ദ ഹോൾ സ്ക്വയർ. x2 ബൈ 2 ദ ഹോൾ സ്ക്വയർ എന്ന് കിട്ടും f2 ഓഫ് x2. ഇതേപോലെ തന്നെ f3 ഓഫ് x3യുടെ വാല്യൂ കണ്ടുപിടിക്കാം. f3 ഓഫ് x3 എന്ന് പറയുന്നത് മാക്സിമം ഓഫ് u3 ഇൻറ്റു f2 ഓഫ് x2 ആണ്. ദാറ്റ് വിൽ ബി u3 ഇൻറ്റു f2 ഓഫ് x2ൻ്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചു, x2 ബൈ 2 ദ ഹോൾ സ്ക്വയർ ഇൻറ്റു u3 എന്ന് കിട്ടും. x2നെ നമ്മൾ ഇവിടെ കണ്ടുപിടിച്ച വാല്യൂ x2 എന്ന് പറയുന്നത് x3 മൈനസ് u3 ആണ്. സോ നമുക്കതവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. u3 ഇൻറ്റു x3 മൈനസ് u3 ബൈ 2 ദ ഹോൾ സ്ക്വയർ ബൈ 4 എന്ന് കിട്ടും. ഓക്കെ, വീണ്ടും ഇതിൻ്റെ മാക്സിമം വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക, ഡിഫറൻഷ്യേറ്റ് വിത്ത് റെസ്പെക്ട് ടു u3. അപ്പോൾ നമുക്ക് x3യുടെ വാല്യൂ ഓക്കെ x3 ഈക്വൽ ടു u3, അതുപോലെ തന്നെ x3 ഈസ് ഈക്വൽ ടു u3 ഈസ് ഈക്വൽ ടു x3 ബൈ 3 എന്ന് കിട്ടും. രണ്ട് വാല്യൂസ് കിട്ടും, ഐദർ u3 ഈസ് ഈക്വൽ ടു x3 ഓർ u3 ഈസ് ഈക്വൽ ടു x3 ബൈ 3 എന്ന് കിട്ടും. രണ്ട് വാല്യൂസ് നമുക്ക് കിട്ടും. ഇതിൽ x3യുടെ വാല്യൂ എന്ന് പറയുന്നത് 10 ആണ്. ഓക്കെ, നമുക്ക് u3 എന്ന് പറയുന്നത് അപ്പോൾ എന്ത് കിട്ടും, 10 ബൈ 3 എന്ന് കിട്ടും. ഓക്കെ, 10 ബൈ 3 എന്ന് കിട്ടും. ദെയർഫോർ u2ൻ്റെ വാല്യൂ എന്താണ്, നമുക്ക് u2ൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. x3 10 എന്ന് കിട്ടി, x3 എന്ന് u3 ഈസ് ഈക്വൽ ടു x3 ബൈ 3 വിച്ച് ഇസ് 10 ബൈ 3. ഇനി നമുക്ക് u2ൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. u2 എന്ന് പറയുന്നത് x2 ബൈ 2 ആണ്, വേർ x2 ഈസ് x3 മൈനസ് u3 ബൈ 2. x3 എന്ന് പറയുന്നത് എന്താ,
x. So that will be 1 by 2 into x3 minus u3. 1 by 2 into x3യുടെ വാല്യൂ 10 ആണ്, നമ്മൾ ഫസ്റ്റ് ഇക്വേഷനിൽ എഴുതിയായിരുന്നു. ഓക്കെ, x3യുടെ വാല്യൂ 10 ആണ്. ദാറ്റ് വിൽ ബി 10 മൈനസ് u3യുടെ വാല്യൂ 10 by 3 which is equal to 1 by 2 into 20 by 3 which is equal to 10 by 3. u3യുടെ വാല്യൂ 10 by 3 ആയിട്ട് കിട്ടി. ഇനി നമുക്ക് u1ൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. u1 എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? u1 is x2 minus u2. x2 minus u2. Okay. x2 എത്രയാ? Okay, x2 by 2 ആണ് 10 by 3. Okay, so x2 will be 20 by 3. That will be 20 by 3 minus u2ൻ്റെ വാല്യൂ 10 by 3. 10 by 3. So the answer is u1 is equal to 10 by 3. u1ൻ്റെ വാല്യൂം u2ൻ്റെ വാല്യൂം u3യുടെ വാല്യൂം 10 by 3 കിട്ടി. u1 is equal to u2 is equal to u3 is equal to 10 by 3. So മാക്സിമം എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ മാക്സിമം ഈസ് മാക്സിമം എന്ന് പറയുന്നത് u1 ഇൻറ്റു u2 ഇൻറ്റു u3 ആണ്. So that will be 10 by 3 into 10 by 3 into 10 by 3. Last answer 1000 by 27. ഓക്കെ, മറ്റേ നമ്മുടെ ബി എന്നുള്ള ഹോൾ ക്വാണ്ടിറ്റി n ആയിട്ട് ഡിവൈഡ് ചെയ്യുന്ന അതേ പ്രോസസ്സ് വെച്ചിട്ടാണ് ഈ പ്രോബ്ലം ചെയ്യുന്നത്. അപ്പം ഇവിടെ നമുക്ക് u1 പ്ലസ് u2 പ്ലസ് u3 ഈസ് ഈക്വൽ ടു 10 എന്നായിരുന്നു. വാല്യൂസ് മാറി വന്നാലും സെയിം പ്രൊസീജിയറായിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ.